ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ്. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി സാമ്പാറാണ്. തനി നാടൻ രീതിയിൽ, പണ്ടത്തെ രീതിയിൽ വറുത്തരച്ച് വയ്ക്കുന്ന നല്ല രുചികരമായ സാമ്പാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നാടൻ രീതിയിൽ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിത്തിരി വെള്ളം ഒഴിച്ചിടണം. പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പരിപ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ നുറുക്കിയെടുക്കും. ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. പുളി ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതോടെ ഇരിക്കട്ടെ. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അധികം പഴുക്കാത്ത മത്തങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളറിലിരിക്കുന്നത്. 2 പച്ചമുളക്. ഇതെല്ലാം പരിപ്പിൻ്റെ കൂടെ കുക്കറിലിട്ട് വേവിക്കണം. പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. എൻ്റെ കയ്യിലുള്ള നാളികേരം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇത് ചിരകിയെടുക്കാൻ പറ്റില്ല. ഞാനിത് കഷ്ണങ്ങളാക്കി എടുക്കാൻ പോവാം. നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കറക്കിയെടുക്കണം. നാളികേരം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം വറക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നാളികേരം വറുത്തെടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി, ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറി. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂട്ടി. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കാം. സാമ്പാറിലേക്ക് വേണ്ട കായം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ നിന്ന് തണുക്കട്ടെ. നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ച പുളി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ ഒരു പാത്രത്തിലാണ് സാമ്പാർ വയ്ക്കാറ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അടുപ്പത്ത് വെച്ച പുളിവെള്ളം നന്നായി തിളച്ചു. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചത് ചേർക്കാം. മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതും കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ മുരിങ്ങക്കായ ഇല്ല, വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് വറുത്ത് വെച്ച നാളികേരം തണുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. വെണ്ടക്കായ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച പച്ചക്കറികളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. പച്ചക്കറികളൊക്കെ കുക്കറിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ പച്ചക്കറികളെല്ലാം ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം. വറുത്ത നാളികേരം നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ തിളച്ചു. ഇനി ഇതിലേക്ക് അരച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇതിൽ ആവശ്യത്തിന് സാമ്പാറിന് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഇപ്പം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം. സാമ്പാർ നന്നായിട്ട് തിളച്ചു. അരച്ചൊഴിച്ച നാളികേരവും മസാലയൊക്കെ നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് ഈ സാമ്പാർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ സാമ്പാറിൽ മല്ലിയില ചേർത്താൽ സാമ്പാറിന് ഒരു നല്ല മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സാമ്പാർ നന്നായിട്ട് തിളച്ചു. 10 മിനിറ്റ് ഞാനിത് വേവിച്ചു. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി പുളി പോരാൻ തോന്നുകയാണെങ്കിൽ സ്വല്പം പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയും വേണം. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. എനിക്കിവിടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സാമ്പാറിലേക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. നാടൻ രീതിയിൽ നാളികേരം വറുത്തരച്ച് തയ്യാറാക്കിയ സാമ്പാർ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല രുചികരമായ സാമ്പാറാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.